ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസം. അപ്പോൾ നമ്മൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഓരോ ഒരുക്കങ്ങൾ ഇന്നേ തന്നെ തുടങ്ങും. അപ്പോൾ വിഷുവിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എന്താ? വിഷുക്കണി. അപ്പോൾ വിഷുക്കണി നമ്മൾ തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ആരാണോ എഴുന്നേൽക്കുന്നത് ആ എഴുന്നേൽക്കുന്നവർ അതങ്ങ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരുത്തരെയും വിളിച്ച് വിഷുക്കണി കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം കൃഷ്ണനൊരു മാല ഉണ്ടാക്കണം. അപ്പോൾ വീട്ടിലുള്ള ചെത്തിയും തുളസിയും പിന്നെ വെളുത്ത അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ പൂവും എല്ലാം കൂടി എടുത്ത് ഒരു മാല കെട്ടി. അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്. എന്നിട്ട് ഒരുക്കാട്ടോ. ആദ്യം ചെറിയൊരു പലക വെച്ചിട്ട് അതിലൊരു വൈറ്റ് മുണ്ട് വെച്ചിട്ട് കൃഷ്ണനെ വെച്ചു. കൃഷ്ണനെ ആ മാല ഇടിയിച്ചിട്ട് കൃഷ്ണനെ വെച്ചു. അതിനുശേഷം നിലവിളക്കിട്ട് അതിൽ നമ്മൾ 5 തിരിയിടും. 5 തിരിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തിരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് തിരി താന്നു പോകും. അപ്പോൾ അതിനെ കുറച്ച് പുറത്തേക്കായിട്ട് അങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് ഉരുളി വെച്ചിട്ട് ഉരുളിയിൽ ഓരോ ഫ്രൂട്ട്സാട്ടോ കൂടുതലും വെച്ചത്. സാധാരണ പച്ചക്കറികളൊക്കെ വെക്കണതാണ്. ഇതിപ്പോൾ കണി വെള്ളരി, പൈനാപ്പിള്, കപ്പങ്ങ, ചക്ക, മത്തങ്ങ, ക്യാരറ്റ്, പേരയ്ക്ക, മാങ്ങ, ഓറഞ്ച്, മുന്തിരി അങ്ങനെയൊക്കെ ആട്ടോ വെച്ചത്. പിന്നെ കണിക്കൊന്ന ഇപ്പം ഇവിടെയൊന്നും നമുക്ക് മേടിക്കലേ രക്ഷയുള്ളൂ. നാട്ടിലാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ പറിക്കാൻ കിട്ടും. ഇതിപ്പോൾ കണിക്കൊന്ന പൂവ് വാങ്ങിച്ചു. എന്നിട്ട് അതിൽ എണ്ണ ഒഴിച്ചു. വിളക്കിൽ എണ്ണ ഒഴിച്ചൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ നാളെ നമുക്ക് കത്തിക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ ബാക്കിൽ വെച്ചേക്കണത് ഒരു പ്ലാസ്റ്റിക് കൊന്നപ്പൂവാട്ടോ. കുറച്ചൊരു കാണുമ്പോൾ ഒരു കൂടുതൽ യെല്ലോയിഷ് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്ലാസ്റ്റിക് പൂവും പുറകിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി വെക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു മയിൽപ്പീലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മയിൽപ്പീലിയും കൂടി അതിൻ്റെ പുറകിൽ അങ്ങനെ വെച്ചു. പ്ലാസ്റ്റിക് പൂ ഇട്ടതുകൊണ്ട് കുറച്ചും കൂടി നല്ലൊരു യെല്ലോയിഷ് കൂടുതൽ കിട്ടുന്നുണ്ട്. കൊന്നപ്പൂ ഇല്ലാത്തതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ നിറയെ കൊന്നപ്പൂവിലാണ് നമ്മൾ വയ്ക്കേണ്ടത്. അതിനുശേഷം ഇനി നമുക്ക് ഒരു തളികയിൽ കസവുമുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ, ക്യാഷ് അങ്ങനെയൊക്കെ വയ്ക്കാം. എന്നുവെച്ചാൽ നമ്മളെല്ലാം കണ്ട് സർവ്വ ഐശ്വര്യത്തോടു കൂടി പുതിയൊരു തുടക്കം, അങ്ങനെയാണ് നമ്മൾ വിഷുവിനെ കാണുന്നത്. വിഷുപ്പുലരി എന്ന് തന്നെ പറയുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലത് വരട്ടെ. ഈ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നത്. ചക്ക, മാങ്ങ, വെള്ളരിക്ക അങ്ങനെ. അതുകൊണ്ട് നമ്മൾ മേടമാസം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം എൻ്റെ താമരപ്പൂ വരെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്തൊക്കെ നമുക്ക് വെക്കാവോ അതൊക്കെ മാക്സിമം നമുക്ക് വെക്കാം. ഇതിപ്പോൾ എൻ്റെ ഉരുളിയിൽ ഇത്രയും നിറഞ്ഞപ്പോൾ ഞാൻ ഇത്രത്തിൽ ഒതുക്കി. പിന്നെ ഇതിനകത്ത് ഡ്രസ്സ്, ആഭരണം അതൊക്കെയാണല്ലോ സമ്പത്തിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ അരി, ധാന്യങ്ങൾ എല്ലാം നമുക്ക് വെക്കാം കേട്ടോ. എത്ര വെക്കാവോ അതെല്ലാം നമുക്ക് വെക്കാം. ഞങ്ങൾ സാധാരണ ഇത്രയൊക്കെയാണ് വെക്കാറുള്ളത്. ഇപ്പം നമ്മുടെ വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണുന്ന രീതിയിലാണ് കണി വെച്ചിരിക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറ് അങ്ങനെ ഒരു ദർശനം പോലെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വാതിൽ തുറന്ന് വരുമ്പോൾ നമ്മുടെ കണി കാണാം. അപ്പം ഇനി നാളെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് എൻ്റെ താമരപ്പൂവും വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പം ഇനി നാളെ വെളുപ്പിന് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി എല്ലാവരെയും കണി കാണിക്കാം. അപ്പോൾ താങ്ക് യു.